നമ്മുടെ ഒരു വാക്ക്, ഒരു ചെറിയൊരു വാക്ക് അല്ലെങ്കിൽ ചെറിയൊരു ശ്രദ്ധ മാത്രം മതി നമ്മുടെ കുട്ടികളുടെ ലോകം തന്നെ മാറി മറിയാൻ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയും. അത് നമ്മൾ മാതാപിതാക്കൾക്കും നിങ്ങൾ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും മുതിർന്നവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അതിലൊന്ന്, ഒരു വിത്ത്. ആ വിത്ത് നമ്മുടെ കയ്യിലിരിക്കുന്നു. ആ വിത്ത് നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നാൽ അത് വിത്തായി തന്നെ ഇരിക്കും. ആ വിത്ത് നമ്മൾ എവിടെ വിതയ്ക്കുന്നു, എങ്ങനെ പരിപാലിക്കുന്നു, അതുപോലെ ഇരിക്കും അതിൻ്റെ വളർച്ച. ഒട്ടും വെള്ളമില്ലാത്തയിടത്ത്, നമ്മൾ ശ്രദ്ധിക്കാത്തയിടത്താണെങ്കിൽ അത് വളരില്ല. വലിയ ശ്രദ്ധയൊന്നുമില്ല, അവിടെ മണ്ണ് ഫലപുഷ്ടമല്ല, അല്ലെങ്കിൽ മണ്ണിൽ കീടാണുക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കേടായിട്ടുള്ളൊരു വൃക്ഷമായിട്ടോ അല്ലെങ്കിൽ കേടായിട്ടുള്ളൊരു പച്ചക്കറിയായിട്ടോ അത് വളർന്നു വരികയുള്ളൂ. നമ്മൾ എല്ലാ പരിതസ്ഥിതികളും മോശമാണെങ്കിലും അതിനെ വളർത്തണമെന്ന് നമ്മൾ കരുതി നല്ല വെള്ളം, നല്ല മണ്ണ്, നല്ല ശ്രദ്ധ ഇത് കൊടുത്താൽ അത് നല്ല രീതിയിൽ വിളവെടുപ്പ് കിട്ടും. അല്ലെങ്കിൽ വൃക്ഷമാണെങ്കിൽ നല്ലൊരു തണൽ മരം അല്ലെങ്കിൽ ഫലവൃക്ഷമായി തീരും. അപ്പം നമ്മളുടെ ശ്രദ്ധ എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ് ആ വിത്ത് പോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പം നമ്മുടെ ശ്രദ്ധയാണ് ഇതിനകത്ത് പരിപാലനവും ശ്രദ്ധയും. നല്ല ആരോഗ്യം, മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം ഇത് കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മിടുക്കന്മാരായി വളരും. അപ്പം രണ്ടാമതൊരു ഉദാഹരണം, ഒരു കുട്ടി, ആ കുട്ടി ഡ്രോയിങ് ക്ലാസ്സിൽ കയറുന്നില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പലതവണ വാച്ച് ചെയ്തിട്ടും എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് കായികമാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് മാറുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ പോയി ഒരു ദിവസം ഡ്രോയിങ് ടീച്ചർ അത് ശ്രദ്ധിച്ചു. എന്താണ്, എല്ലാ കുട്ടികളും കുട്ടി ചുമ്മാതൊന്ന് കയറുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും പോലും വരയ്ക്കാൻ എനിക്ക് കഴിയില്ല. ആ കുട്ടിയുടെ ആത്മവിശ്വാസക്കുറവാണ്. എല്ലാവരും ഭംഗിയായിട്ട് വരയ്ക്കുന്നു, ഞാൻ ഭംഗിയായിട്ട് വരയ്ക്കുന്നില്ല, മറ്റുള്ളവർ പരിഹസിക്കും. ആ ഒരു